രാഷ്ട്രീയത്തിൽ കുടുംബവാഴ്ച എന്ന വിമർശനം ഏറ്റവും കൂടുതൽ ഉയരുന്ന പാർട്ടികളിലൊന്നാണ് കോൺഗ്രസ്. നേതാക്കളുടെ മക്കളെയും ബന്ധുക്കളെയും രാഷ്ട്രീയത്തിലേക്ക് ഇറക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും പാർട്ടിയെ വിവാദത്തിലാക്കാറുണ്ട്. ആ വിവാദം അടുത്തിടെ പണി കൊടുത്തത് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനാണ്. വിവാദം ശക്തമായതോടെ കാര്യങ്ങൾ മറച്ചുവെച്ച് മെഴുകി വെളുപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ചാണ്ടി ഉമ്മൻ നടത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ മറിയ ഉമ്മൻ മത്സരിക്കുമെന്ന വാർത്തകൾ കഴിഞ്ഞ കുറച്ചു നാളുകളായി കോൺഗ്രസ് വൃത്തങ്ങളിൽ സജീവമായിരുന്നു. എന്നാൽ ഈ അഭ്യൂഹങ്ങൾക്ക് പൂർണ്ണ വിരാമമിട്ടുകൊണ്ടാണ് പുതുപ്പള്ളി MLA ആയ ചാണ്ടി ഉമ്മൻ രംഗത്തെത്തിയത്. പിതാവ് ഉമ്മൻചാണ്ടി മക്കളുടെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ടെന്നും ആ വര പാലിച്ചു തന്നെ മുന്നോട്ട് പോകുമെന്നുമൊക്കെയാണ് ചാണ്ടി പറയുന്നത്. ഇത് കോൺഗ്രസുകാർ ഒരുപക്ഷെ മൂളി കേൾക്കുമായിരിക്കും. തന്റെ പിതാവ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നുവെന്നാണ് ചാണ്ടി ഉമ്മന്റെ വെളിപ്പെടുത്തൽ. വീട്ടിൽ നിന്ന് ഒരാൾ രാഷ്ട്രീയത്തിൽ ഉണ്ടായാൽ മതി എന്നാണ് പിതാവ് പറഞ്ഞിട്ടുള്ളത് അത്രേ. അത് ഞാനും സഹോദരിമാരും ഒരുപോലെ അംഗീകരിച്ച കാര്യമാണെന്നും അച്ചു ഉമ്മനും മറിയ ഉമ്മനും മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും മാധ്യമങ്ങളാണ് ഇത്തരത്തിൽ വാർത്തകൾ സൃഷ്ടിക്കുന്നതെന്നുമാണ് ചാണ്ടിയുടെ വാദം. ചാണ്ടി ഉമ്മൻ സാധ്യതകൾ തള്ളുമ്പോഴും കഴിഞ്ഞ മാസങ്ങളിൽ മറിയ ഉമ്മൻ നടത്തിയ നീക്കങ്ങളാണ് ഇത്തരമൊരു ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. ചെങ്ങന്നൂർ, കാഞ്ഞിരപ്പള്ളി മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് അവർ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ടു. വിവിധ സഭാ അധ്യക്ഷന്മാരുമായും സമുദായ നേതാക്കളുമായും അവർ നടത്തിയ കൂടിക്കാഴ്ചകൾ സ്ഥാനാർത്ഥിത്വത്തിന് മുന്നോടിയാണെന്ന് വലിയ രീതിയിൽ പ്രചരിക്കപ്പെട്ടു. ഹൈക്കമാൻഡ് നേതാക്കളെ കാണാനാണ് മറിയ ഡൽഹിക്ക് പോയതെന്ന വാർത്തകളും സജീവമായിരുന്നു. കാഞ്ഞിരപ്പള്ളി പോലെയുള്ള മണ്ഡലങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ മകളെ ഇറക്കി വിജയം ഉറപ്പിക്കാമെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ കരുതി. എന്നാൽ കുടുംബത്തിൽ നിന്ന് ഒന്നിലധികം പേർ രാഷ്ട്രീയത്തിൽ വരുന്നത് കുടുംബവാഴ്ച എന്ന ആരോപണത്തിന് കാരണമാകുമെന്ന് ചാണ്ടി ഉമ്മനും ഒപ്പമുള്ളവരും ഭയക്കുന്നുണ്ട്. കൂടാതെ ചാണ്ടി ഉമ്മൻ എന്ന ഏക അധികാര കേന്ദ്രമായി തന്നെ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പാരമ്പര്യം തുടരണമെന്ന തന്ത്രപരമായ നീക്കവും ഇതിനു പിന്നിലുണ്ടെന്ന് വേണം കരുതാൻ. താൻ രാഷ്ട്രീയത്തിലില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ലെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ സാമൂഹിക സേവന രംഗത്ത് തന്നെ ഉറച്ചു നിൽക്കാനാണ് മറിയയുടെ തീരുമാനം. ചാണ്ടി ഉമ്മൻ MLA എന്ന നിലയിൽ തിരക്കിലായതിനാൽ പിതാവിനെ സ്നേഹിക്കുന്നവരുടെ ക്ഷണം സ്വീകരിച്ച് പരിപാടികൾക്ക് പോകുന്നു എന്നതിലപ്പുറം മറ്റൊരു ലക്ഷ്യവുമില്ലെന്ന് അവർ പറഞ്ഞതും ജനങ്ങൾ മുഖവിലക്കെടുത്തില്ല. എന്നാൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ശക്തമായ വിമർശനങ്ങൾക്ക് വഴിവെക്കുമെന്ന ഭയം കോൺഗ്രസ് നേതൃത്വത്തിനുമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരേ കുടുംബത്തിൽ നിന്ന് ഒന്നിലധികം പേർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് കുടുംബവാഴ്ച എന്ന ആരോപണം കൂടുതൽ ശക്തമാക്കുമെന്ന ആശങ്ക പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നു. തെരഞ്ഞെടുപ്പിൽ നിന്ന് മറിയ ഉമ്മന് യാതൊരു പരിചയവുമില്ലാത്തത് കൊണ്ട് മരിയെ നിർത്തിയാൽ ഇലക്ഷനിൽ വിജയിക്കാൻ പറ്റുമോ എന്നൊരു ഭയവും കോൺഗ്രസിനുണ്ടായിരുന്നു. അതിനാലാണ് ഇപ്പോൾ കുടുംബത്തിൽ നിന്ന് ഒരാൾ മാത്രം രാഷ്ട്രീയത്തിൽ എന്ന നിലപാട് മുന്നോട്ട് വെക്കുന്നതെന്ന വിമർശനവും ഉയരുകയാണ്. ചാണ്ടി ഉമ്മൻ തന്നെ പറയുന്നത് തന്റെ പിതാവായ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഒരാൾ രാഷ്ട്രീയത്തിൽ ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ്. എന്നാൽ അതേസമയം മറിയ ഉമ്മന്റെ രാഷ്ട്രീയ സജീവതയെ ചൂണ്ടിക്കാട്ടി പലരും ചോദിക്കുന്നത് മറ്റൊരു ചോദ്യമാണ്. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള ശ്രമം നടത്തിയില്ലെങ്കിൽ ഇത്രയും രാഷ്ട്രീയ ചർച്ചകൾ നടത്തിയത് പിന്നെ എന്തിനായിരുന്നു? പ്രഹസനമായിരുന്നു. എന്തായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി കുടുംബത്തിൽ നിന്ന് ചാണ്ടി ഉമ്മൻ മാത്രമായിരിക്കും മത്സരിക്കുക എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്നാൽ ഇതെല്ലാം ശരിക്കും കുടുംബവാഴ്ചയ്ക്കെതിരായ നിലപാടാണോ അല്ലെങ്കിൽ വിമർശനം ഒഴിവാക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമാണോ എന്ന ചോദ്യം ബാക്കിയാണ്.